പെരിയാർ വാലി ഇറിഗേഷൻ പദ്ധതി വക ഭൂമിയിൽ കൃത്രിമ ജലാശയം നിർമ്മിക്കാൻ നീക്കം. അനുമതിയില്ലാതെ 200 മീറ്റർ ദൈർഘ്യത്തിലാണ് കൃത്രിമ ജലാശയത്തിനായി മണ്ണ് നീക്കിയിരിക്കുന്നത്. സംഭവസ്ഥലത്ത് നിന്നും കേവലം 1.5 കിലോമീറ്റർ ദൂരെയാണ് പെരിയാർ വാലി ഇറിഗേഷൻ പദ്ധതിയുടെ ഓഫീസ് എന്നിരിക്കെ കയ്യേറ്റം നടന്നതായി അറിഞ്ഞില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. KCV ന്യൂസ് എക്സ്ക്ലൂസീവ്. പെരിയാർ വാലി ജലസേചന പദ്ധതിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് കയ്യേറ്റം കണ്ടെത്തിയത്. പുന്നേക്കാട് സിയാൽ സിഗ്നൽ സ്റ്റേഷന് പിൻഭാഗത്തുള്ള വനഭൂമിക്ക് സമീപത്തായി കൈതക്കണ്ടം ഭാഗത്താണ് കയ്യേറ്റം കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള PVIP വക ഭൂമിയിൽ 200 മീറ്ററോളം ദൈർഘ്യത്തിൽ കനാൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഏകദേശം 15 അടി വീതിയിൽ 10 അടിയോളം താഴ്ചയിലാണ് കനാലിന് സമാനമായ രീതിയിൽ കുഴിയെടുത്തിരിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് ഈ കയ്യേറ്റം നടന്നത് എന്നാണ് പ്രദേശവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചത്. റിസോർട്ടുകൾക്കും മറ്റും ബോട്ടിംഗ് നടത്താനുള്ള സംവിധാനം ഒരുക്കുന്ന തരത്തിലാണ് കനാൽ രൂപത്തിൽ കൃത്രിമ ജലാശയം നിർമ്മിച്ചിരിക്കുന്നത്. സമീപത്ത് തന്നെ നിരവധി റിസോർട്ടുകൾ ഉണ്ടെന്നതും കാണാൻ കഴിയും. എന്നാൽ ഇത്രയും മണ്ണ് നീക്കം ചെയ്യാൻ ദിവസങ്ങളുടെ ശ്രമം ആവശ്യമാണെന്നിരിക്കെ മണ്ണ് നീക്കം ചെയ്ത് കൃത്രിമ ജലാശയം നിർമ്മിച്ചതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പും ലഭിച്ചില്ല എന്നതാണ് PVIP ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈസ്റ്റർ പ്രമാണിച്ച് നീണ്ട അവധി ദിവസങ്ങളിലായിരിക്കാം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് എന്നാണ് അനുമാനിക്കുന്നത്. സംഭവം സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും 2 സ്വകാര്യ വ്യക്തികൾ സംശയത്തിന്റെ നിഴലിലാണെന്നും ഇവർക്ക് ഉടനെ നോട്ടീസ് നൽകുമെന്നും പെരിയാർ വാലി ഉദ്യോഗസ്ഥർ പറയുന്നു. 21/4/2026 FRL ഏരിയ പരിശോധനയ്ക്ക് പോയപ്പോൾ കൂരിക്കുളം ഭാഗത്ത് ഒരു അനധികൃതമായ തോട് നിർമ്മിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് 2 വ്യക്തികളാണ് നിർമ്മിച്ചതെന്നാണ് ഏകദേശം അറിവായേക്കണത്. അവർക്കെതിരെ പൊതുസ്ഥിതിയിലാക്കാനായിട്ടുള്ള ലെറ്റർ വിട്ടിട്ടുണ്ട്. 7 ദിവസങ്ങളിലാക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് അവർക്കെതിരെ. പൊതുജനം നോക്കി നിൽക്കെ സർക്കാർ ഭൂമിയിൽ പരസ്യമായ കയ്യേറ്റം നടത്തി കൃത്രിമ ജലാശയം നിർമ്മിക്കാനുള്ള ശ്രമമുണ്ടായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളിലേക്കെത്താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ വൈരുദ്ധ്യമായി തോന്നുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.